ഗീതമായ നാമം ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനൊരു അവസരം പരിശുദ്ധ പിതാവ് ചെറിയ ആഴ്ചകൾക്ക് ശേഷം എന്റെ ശാരീരിക ബലഹീനതകളിൽ പ്രാർത്ഥിച്ച അനേക ദൈവഭൃത്യന്മാർ, ഈ ദൈവസഭ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്തു. പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പ് കർത്തമക്കൾ, പ്രിയ ദൈവജനം, ആധുനികരായ ദൈവദാസന്മാർ, ദൈവമക്കൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ദൈവവചനം കേൾക്കുന്ന, സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ സൺഡേയിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ ആമേൻ. ഈ പാൻഡമിക് കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾ അതാത് സ്ഥാനങ്ങളിൽ കൈ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. അധരങ്ങൾ ഉയർത്തി ദൈവത്തിന് ആമേൻ 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 ആരാധിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും എന്നെയും നിങ്ങളെയും വിടുവിക്കുന്ന നല്ല കർത്താവ്, ഓ നല്ല സ്നേഹിതൻ ഈ പകലിൽ നമ്മുടെ മധ്യ ഉണ്ട്. അവൻ നമ്മളോട് ഇന്ന് രാവിലെ ദൂത് പറഞ്ഞു, കൈവിടത്തില്ല, കൈവിടത്തില്ല സഹോദരി, കൈവിടത്തില്ല സഹോദര, കൈവിടത്തില്ല അഭിഷക്തനെ, കൈവിടത്തില്ല. ആമേൻ. ഈ സമയം നിനക്കായി ഒരു വചനം തരുമ്പോൾ ആ വചനത്തിൽ ഒരു ആത്മശക്തി ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രോഗശാന്തി, ഇന്ന് അടയാളം. ഞാനിങ്ങനെ പറയട്ടെ, പ്രശ്നങ്ങൾ തീർന്നുള്ള ഒരു ക്രിസ്തീയ ജീവിതമല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു നസ്രേത്തുകാരനെ വിളിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സിയോൻ യാത്രക്കാരെ, പുതിയ നിയമ വിശ്വാസികളെ, നിന്റെ പ്രശ്നത്തിനകത്തവൻ വരോ. അസാന്നിധ്യബോധ പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്നു, അസാന്നിധ്യബോധ തീമോഥെയോസിനുണ്ടായിരുന്നു, അസാന്നിധ്യബോധ യോഹന്നാൻ അപ്പോസ്തലനുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ നാളിൽ വെളിപ്പാട് പുസ്തകം തുടർമാനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ ഇറങ്ങി വരികയാണ്. രാവിലെ ഏത് വിഷയത്തോട് ദൈവസഭയോട് പറയട്ടെ, ദേശത്തോട് പറയട്ടെ, ഈ പാൻഡമിക്ക് കഴിഞ്ഞൊരു ജീവിതമല്ല നിനക്ക്. ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ, ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലുള്ള സഭകൾ, ഇന്ത്യയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ സഭകൾ, ഈ രാജ്യങ്ങളിലുള്ളവർ കഷ്ടതയെന്ന വലിയ പട്ടിണിയെന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ രാത്രിയിൽ ധൈര്യമായിരിക്കെന്ന് പറഞ്ഞ് പൗലോസിനെ ബലപ്പെടുത്തിയ ഒരുവൻ ഈ പകലിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ശാരീരിക ബലഹീനതകളും മാനസികമായിരിക്കുന്ന പല വിഷയങ്ങൾ, സാഹചര്യങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട് ഒത്തിരി സമയം ദൈവവചനവുമായിട്ടായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുങ്ങിയ ചില മിനിറ്റുകൾ ദൈവവചനവുമായി നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ദൈവവചനത്തിന്റെ ഭാഗമല്ല, മറ്റ് ഒരു ഭാഗം നിങ്ങളുമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ അപ്പോസ്തല പ്രവർത്തികൾ തുടർമാനം പഠിക്കുകയും ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം പുതിയ നിയമസഭ വളരണം. എന്റെ ഹൃദയത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ദൈവസഭകൾ വളരണം. അത് ഇന്ന സഭ എന്നുള്ളതല്ല, ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്, അടിസ്ഥാന ഉപദേശങ്ങൾക്ക് നിൽക്കുന്ന ദൈവസഭകൾ വളരണം. ആമേൻ. അതിന്റെ സഭാ തലവന്മാർ വളരണം എന്നുള്ളതല്ല, സഭ വളരണം. ആമേൻ. 9-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തോടു കൂടാണ് ഞാൻ ഈ ആശയം തുടങ്ങാൻ പോകുന്നത്. 9-ാം അധ്യായം 31-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Chapter 9, Book of Acts chapter 9 verse 31. 9-ന്റെ അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. കണ്ണുകൾ അതാത് സ്ഥാനങ്ങളിൽ അടച്ച് ഈ തിരുവചനത്തിന്റെ സാന്നിധ്യം എനിക്കും നിങ്ങൾക്കും ഏത് ആത്മാവിനാൽ ഈ വചനം എഴുതിയോ അതുപോലെ ഈ വിശുദ്ധ സഭായോഗത്തിൽ എവിടൊക്കെ ഈ മെസ്സേജ് വാഹനത്തിലിരുന്നായിരിക്കാം, ജീവിതത്തിന്റെ ബാന്ധാവുകളിൽ ഏത് സ്ഥാനത്തും ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാം. ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കാവുന്നവർ
ആത്മാവിൽ ആരാധിക്കാവുന്നവർ, അഭിഷേകത്തോട് ആരാധിക്കാവുന്നവർ, കിടക്കയിലിരുന്ന് ദൈവത്തോട് സംസാരിക്കാവുന്നവർ, നിങ്ങൾ സംസാരിച്ചു കൊള്ളുക. ഞങ്ങൾ ഒരു വാക്ക് നിങ്ങൾക്കായി വചനത്തിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ കർത്താവേ, സ്നേഹസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ അറിവുകേടുകളും ഈ ഒരാഴ്ച വന്ന സകല കുറവുകളും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം വിഭജിക്കുവാൻ എളിയവന് ത്രാണിയില്ല. സ്വർഗം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് എല്ലാ പിരിവെടുത്തും ദൈവത്തിന്റെ ശ്വാസമാകയാൽ ഇത് വിഭജിക്കേണ്ടത് അങ്ങാണ്. അങ്ങയുടെ ആത്മാവാണ്, പിതാവാണ് ഇതിന്മേൽ പ്രവർത്തിക്കേണ്ടത്. അതിനായി സ്തോത്രം. വിവിധ ഉദ്ദേശങ്ങളും ഭാരങ്ങളും മാനസികമായ സംഘർഷങ്ങളും അനുഭവിക്കും. ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കായി, ജീവിതങ്ങൾക്കായി, ഈ സഭയ്ക്കായി സ്തോത്രം ചെയ്യും. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യും. കർത്താവേ, ഏതൊക്കെ കോർണറിൽ ഈ ശബ്ദം കേൾക്കുന്നു, ഹല്ലേലൂയ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. എല്ലാ സാഹചര്യങ്ങളെ അനുകൂലമാക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ വചനഭാഗം വളരെ പ്രശസ്തമായ ഒരു വചനഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 31-ാം വാക്യം. ഏത് കാലഘട്ടത്തിലും ദൈവസഭ വളർത്തുവാൻ ദൈവം ഓരോരുത്തരെ കണ്ടെത്തും. ദൈവത്തിന്റെ സഭ പണിയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം സഭയുടെ നാഥനായവൻ, സഭയുടെ ശിരസ്സായ നമ്മുടെ അരിമനാഥനും വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. I will my church. അപ്പോൾ this rock I will build my church. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പറഞ്ഞവന്റെ വാക്തത്വം, പറഞ്ഞവന്റെ അധികാരം, പറഞ്ഞവന്റെ ജയവാക്കുകൾ അനുഗ്രഹം തന്നെയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ, പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ദൈവസഭ, അതിന്റെ അപ്പോസ്തല പ്രവർത്തന സ്റ്റഡിക്കുള്ള സമയമില്ല. 15-20 മിനിറ്റിനകത്തെ ശുശ്രൂഷകൾ ഞാൻ നിർത്തും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ ആമേൻ പ്രാർത്ഥനയോട് നിങ്ങൾ എന്റെ കൂടെ സഹകരിക്കുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 1-ാം നൂറ്റാണ്ടിലെ സഭ വളർന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഒരിക്കലും നടക്കാത്ത ഒരു അത്ഭുതം. ഇതാ, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ, ഓ ഞങ്ങളെ നോക്കൂ, വല്ലതും കിട്ടുമെന്ന് കരുതി. എന്നാൽ ഞങ്ങൾക്കുള്ളത് വെള്ളിയുമല്ല പൊന്നുമല്ല, എനിക്കുള്ളത് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാം. പത്രോസും യോഹന്നാനും പറയാനുള്ളത് ഇന്ന് പകലിൽ ഞാനിങ്ങനെ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, സഹായത്തിനൊന്നുമില്ല. എന്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എന്റെ സഹായം ആകാശത്തെയോ ഭൂമിയായി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എനിക്കുള്ള സഹായം നസ്രയനായ യേശു. ഇന്ന് രാവിലെ സഹായമില്ലെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഒരുവൻ നിന്റെ സഹായത്തിനായി വരികയാണ്. അവന്റെ പേരാണ് നസ്രത്തിൽ വളർന്നു വന്ന നസ്രത്തുകാരനായ, മരണം പിടിച്ചു വയ്ക്കാൻ കഴിയാതെ ഉയർത്തപ്പെട്ട മശിഹാ തമ്പുരാൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ചുകൊള്ളുക. അങ്ങനെ സഭ വളർന്നു. അപ്പോസ്തല പ്രവൃത്തി 1:8. ആമേൻ. നിങ്ങൾക്ക് ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ യെരൂശലേമിലും യഹൂദിയയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. 8-ാം അധ്യായം ശമരികൾ സാക്ഷ്യം വഹിക്കുന്നു. 1 മുതലുള്ള അധ്യായങ്ങൾ യഹൂദിയിലും യെരൂശലേമിലും സാക്ഷ്യം വഹിക്കുന്നു. ഇതാ, ഭൂമിയുടെ അറ്റത്തോളത്തിന് ഒരുവനെ ഒരുക്കുകയാണ്. അത് നർസോസുകാരനായ ശൗൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഇന്നെന്താ ഈ വചനം എടുക്കുന്നത്? ഈ കാലഘട്ട ദൈവത്തിലെ ശൗലുമാരെ പൗലോസ് ചില വലിയവരെ ചെറിയവരാക്കാൻ ചില മിഷണറിമാരെ എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. കോവിഡ് കൊണ്ട് സഭ തീരത്തില്ല, പാൻഡമിക് കൊണ്ട് സഭ തീരത്തില്ല. നമ്മുടെ സഭകളോട് തൂത് വിളിച്ചു പറയുന്നു, സഭാപണി തുടങ്ങിയതേ ഉള്ളൂ. അഭിഷേകത്തിലെ സഭാപണി തുടങ്ങിയതേ ഉള്ളൂ. ആമേൻ. പ്രിയ പൈതലേ, സഭാപണി തുടങ്ങിയതേ ഉള്ളൂ. കർത്താവിന്റെ ദാസിമാരെ, സഭാപണി തുടങ്ങിയതേ ഉള്ളൂ. 9-ാം അധ്യായം. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി.
പാൻഡമിക് കാലഘട്ടത്തിൽ 1:8 പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവൾ അവൻ upon this power, ഈ പവർ നിന്റെ മേൽ വന്നെങ്കിൽ, ഈ കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഈ കഷ്ടകാലത്ത് ഞാൻ നിന്നെ കൊണ്ട് സഭ പണിയിക്കും എന്ന് വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ അപാദസ്ഥാനങ്ങളിൽ ഈ ആലോചന ഏറ്റെടുത്തുകൊള്ളുക. ഹല്ലേലൂയ. എനിക്ക് കഴിവില്ല. എന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല സഭ പണിയുന്നത്. എന്റെ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലല്ല സഭ പണിയുന്നത്. എന്റെ സാമർത്ഥ്യം മാത്രമല്ല, എന്റെ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല സഭ പണിയുന്നത്. സഭ പണിയുന്നത് പരിശുദ്ധാത്മാവിൽ. ഒത്തിരി വചനത്തിന്റെ ആവശ്യമില്ല. ഒറ്റ വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തു. 1.1 കുറിപ്പ് 2 കുറിപ്പ് 3 ആയിട്ട് എടുക്കേണ്ടത്. ഒരു കുറിപ്പ് മാത്രം ഇത് പകലിൽ എടുക്കുക. പ്രാർത്ഥനയോട് നമുക്ക് കൈരേക്കുക. എന്റെ കഴിവ് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളെക്കാൾ ശരീര ബലഹീനതകളും രാവിലെ ശുശ്രൂഷിക്കുമ്പോൾ അധികാരം പരിശുദ്ധമാകുന്നെങ്കിൽ ഈ പകലിൽ പറയാ, എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ ജ്ഞാനം കൊണ്ട്, എന്റെ സഭ കമ്മിറ്റി കൊണ്ട് സഭ പണിയാൻ കഴിയത്തില്ല. 9:31 എങ്ങനെ സഭ പണിയോ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ദൈവവചനത്തിന്റെ പ്രബോധനത്താൽ, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്താൽ. വായിച്ചു കേട്ടു. ഗലീലയിൽ സഭയുണ്ടാകും, സമാധാനം ഉണ്ടാകും. ശമരിയയിൽ ഉണ്ടാകും. 1:8 അനുസരിച്ച് തന്നെ അവിടെ വന്നു. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും വൃഥാ പോകത്തില്ല. ഗലീലിയ, യഹൂദിയ, ശമരിയ. നോക്കി, 1-ാം അധ്യായം മുതൽ വായിച്ചു നോക്കിയ അപ്പോസ്തലപ്രവൃത്തി ശ്ലീഹന്മാരുടെ പുസ്തകം വായിച്ച യഹൂദിയയിലും യെരുശലേമിലും ആ മിനിസ്ട്രി വളരും. 12-ാം അധ്യായം ഇന്നലെ നമ്മൾ രാത്രി ചിന്തിച്ചു. അവിടെ സഭ തകർക്കാൻ നോക്കി. പത്രോസ് പോയ 13:9 വരുമ്പോൾ ഒരു പൗലോസ് പുറത്തു വരും. ഹാമി, ഞാൻ ചിന്തിക്കാൻ, ഞാൻ തീർന്ന ആ സഭ അങ്ങ് തീർന്നു പോകും. ഇല്ല, അനേക ദൈവദാസന്മാർ പട്ടുപോയി. അഭിഷക്തന്മാർ മാറിപ്പോയി. അവരെ കർത്താവ് വിളിച്ചെടുത്തു. പക്ഷെ സഭ തീർന്നിട്ടില്ല. പുതിയ നിയമസഭ തുടർന്നിട്ടില്ല. ഇന്നത്തെ രാവിലത്തെ ആലോചന പരിശുദ്ധാത്മാവിൽ പറയാ, ഇന്നത്തെ ഇത്രയും നാളിൽ വളർന്നതിനേക്കാൾ ദൈവസഭ വളരാൻ പോകുന്നു. പട്ടണങ്ങളിൽ രാജ്യങ്ങളിൽ സഭയുടെ മേൽ അവയ്ക്കകത്ത് ഒരു ഉണർവിന്റെ കാറ്റടിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് ആത്മാവിൽ സഞ്ചരിച്ചു തുടങ്ങട്ടെ. ഇത് അവനൊരു വ്യക്തിത്വത്തെ കരങ്ങളിൽ എടുക്കും. ഓരോ കൂട്ടത്തിനും ഓരോ സഹോദരിമാരെ എടുക്കും, ഓരോ സഹോദരന്മാരെ എടുക്കും, അഭിഷക്തന്മാരെ എടുക്കും, യുവാക്കന്മാരെ എടുക്കാൻ പോകുകയാ. എന്താ കാരണം? സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധനവ് പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയില്, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ നടന്നും പെരുകിക്കൊണ്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ മതിയോ? ഒരു മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയോ? ഒരു മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയോ? ഇന്ന് ഈ ദൂത് എനിക്കാ ഏറ്റെടുക്കാം, നിനക്കാ ഏറ്റെടുക്കാം. 4 പേര് വെച്ചിരിക്കുന്ന സഭകൾ നമുക്ക് സൂമേ ഉള്ളൂ, നമുക്കൊരു ലൈവേ ഉള്ളൂ. ഇത് പോരാ. ഒരു വളർച്ച ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ എക്സോർട്ടേഷന് വേണ്ടി ഇന്ന് ആര് കാത്തിരിക്കും? സുഹൃത്തേ, നിനക്ക് വേണ്ടി പാപബോധം വരുത്തുവാൻ, സഭയെ വളർത്തുവാൻ തർസോസുകാരനായ ശൗലിനെ ഇത് പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്വർഗമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു അനന്യാസിനെ കൊണ്ടുവരുന്ന ഒരു സ്വർഗമുണ്ട്. അത് മാത്രമല്ല, ശൗലിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഭർണവാസുണ്ട്. വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഭയപ്പാൽ ഈ പകല് ഞാനെല്ലാം ഒതുക്കി പറയുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുക്കാൻ പോവുക. എങ്ങനെയാണ് ഇത് വർദ്ധിച്ചത്? എങ്ങനെയാണ് ആത്മീക വർധനവ് വന്നത്? എങ്ങനെയാണ് സഭയ്ക്ക് സമാധാനമുണ്ടായത്? എങ്ങനെയാണ് പ്രബോധനം വന്നത്? പുതിയ നിയമസഭയിൽ, നമ്മുടെ സഭകളിൽ അനന്യാസിനെ പോലുള്ളവർ വേണം. അത് ദൈവം അനുവദിച്ചാൽ ഇനിയുള്ള സമയങ്ങളിൽ നമുക്കത് ചിന്തിക്കാം. 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. ചാപ്റ്റർ 9:10. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ദർശനത്തിൽ
അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയനിതാ എന്നവൻ വിളി കേട്ടു. കണ്ടോ, വിളി കേൾക്കുന്ന, ദൈവശബ്ദം മനസ്സിലാക്കുന്ന തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് ശബ്ദം പറഞ്ഞു കൊടുക്കും. കേൾവിക്കുള്ള ഒരു അനന്യാസ് നമ്മുടെ കൂട്ടങ്ങളിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന അനന്യാസ് ഉണ്ടെങ്കിൽ 9:31 എന്റെയും നിങ്ങളുടെയും കൂട്ടായ്മകളിൽ വർദ്ധിക്കും. ഇനി അതങ്ങനെ പറഞ്ഞ കുറിപ്പ് ഒന്നേന്ന് ഞാൻ വിട്ടിട്ട് ആമേൻ മണിക്കൂറുകൾ വിശദീകരിക്കേണ്ട പദമാണല്ലോ. രണ്ടാമത്തേതിലേക്ക് നമുക്ക് വരാം. 15-ാമത്തെ വാക്യം, വേഴ്സ് 15, 15-ാമത്തെ വാക്യം, 9:15 പെട്ടെന്ന് വായിച്ചാട്ട്. ഹല്ലേലൂയ. അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. കർത്താവ് അവനോട്, നീ പോക. അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അടുത്ത വാക്യം കൂടെ, എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. യഹൂദ്യ, ഗലീലിയ, ശമരിയ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ ആത്മീക വർധനവ് പ്രാപിച്ചു. കർത്താവിനോട് ഭക്തി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന കാലഘട്ടം. ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാലും കുറഞ്ഞുപോയി. കോവിഡിനെയാണ് ഭയപ്പെടുന്നത്. ദൈവത്തോടുള്ള ഭക്തി, പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രബോധന വലിയൊരു പ്രസംഗ വിഷയമാണ്. നിങ്ങൾ പഠിച്ചോളൂ. എങ്ങനെയാണ് രണ്ടാമത്തെ കുറിപ്പിലേക്ക് വരുന്നു. യേശു ക്രിസ്തു പറഞ്ഞ, പൗലോസിനെ കുറിച്ച് പറഞ്ഞ, സഭയുടെ സീഡായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യമാണ്. എന്താണ്? നീ പോക. നമുക്കറിയാം, നമ്മുടെ സഭയിൽ കർത്താവ് വന്ന് ഒരു മിഷണറി ശബ്ദം പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തൊരു സന്തോഷമാ. അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 13 വായിക്കണ്ട. അവർ പൗലോസിനെയും ബർന്നബാസിനെയും എന്ത് ചെയ്തു? വേലയ്ക്കായി ആര് നിയമിച്ചു? പരിശുദ്ധാത്മാവ് നിയമിച്ചു. ഈ സഭകളിൽ പരിശുദ്ധാത്മാവ് ചിലരെ വേർതിരിക്കുന്നതിനായി ആലോചന കൈമാറുകയാണ്. ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം വിട്ടുകളയരുത്. ഇന്ന് രാവിലെ സാന്നിധ്യം വിട്ടുകളയരുത്. ഈ കാലഘട്ടത്തിൽ ഉപവാസ പ്രാർത്ഥനകളിൽ ശക്തന്മാരെയല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കപ്പ, കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാൻ നാളുകളായി ഒരുങ്ങിയിരിക്കുന്ന ചിലതിനെ അപ്പോസ്തലിക വേർതിരിവ് നടത്താൻ പോകുകയാണ്. എങ്ങനെ സഭ വളർന്നു നോക്കിക്കേ. നീ പോക. അവൻ എന്റെ നാമം ആർക്കൊക്കെയാ? വീട്ടുകാർക്ക് മാത്രമല്ല, നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മുമ്പിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരു ചോസൺ വെസലിയോ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കണം. ഓ ഹല്ലേലൂയ. റോമിലെ യാത്ര മാത്രമല്ല, 3 മിഷണറി യാത്രകൾ, ഒരു സമുദ്ര യാത്രയും ഇന്നലെ നമ്മൾ പഠിച്ചതല്ലയോ. 3 മിഷണറി യാത്ര പോയിട്ട് ഒരു മിഷണറി യാത്ര കഴിയുമ്പോ ലുക്കോനിയയിലെ നിലത്തിട്ട് വലിച്ചപ്പോ ലുസ്രയിലെ സംഭവം നോക്കിയാൽ ഇല്ല നാമേൻ ഹല്ലേലൂയ 13 മുതൽ നോക്കിയാൽ കഷ്ടങ്ങളുടെ, പട്ടിണിയുടെ ആപത്ത്, അനർത്ഥം, കള്ളന്മാരുടെ ആപത്ത്, കാട്ടിലെ ആപത്ത്, ഭക്തൻ അനുഭവിച്ച് ഉറക്കിളപ്പ്, ശീതം, നഗ്നത, ഇതിന്റെ മധ്യത്തിൽ എന്തല്ലോ കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും ഈ വേല വിട്ട് പിന്മാറുകയില്ലെന്ന് ഇന്ന് പകൽക്കാലം ഉറയ്ക്കുന്നവർക്ക് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ വരം ലഭിച്ചിരിക്കുന്നു. എന്റെ നേരെയും നിങ്ങളുടെ നേരെയും എന്തെല്ലാം കഷ്ടങ്ങളും തകർച്ചകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നാൽ നിങ്ങൾ ആരോട് പറയണ്ടവനോട് പറഞ്ഞാൽ അവൻ നിന്നെ ചുമക്കുമെന്ന് ഇന്ന് പകലിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ റിസീവ് ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ സഭയ്ക്ക് ആത്മീക വർധനവാണ്. നമ്മുടെ കൂട്ടായ്മകളിൽ
ഇന്റർനാഷണൽ പ്രയർ ചർച്ചിൽ മാത്രമല്ല, വിശ്വ ദൈവസഭയിൽ മാത്രമല്ല, ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭയിൽ മാത്രമല്ല, എല്ലാ സഭയിലും ഒരു സമാധാനം വരുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. 1-ാം നൂറ്റാണ്ടിലെ ഒരു അനുഭവം തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു യങ്സ്റ്റേഴ്സ് മൂവ്മെന്റ് പരിശുദ്ധാത്മാവ് പണിതെടുത്തുകൊണ്ട് വരുന്നു. മാതാപിതാക്കൾ കരയുന്ന, കണ്ണടച്ചിരുന്ന് കരയുന്ന മാതാപിതാക്കളെ, നിങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഈ ആയുസ്സിൽ ചെയ്തെടുക്കാൻ കഴിയാത്തത് ഈ അന്ത്യ സമയത്ത് ചെയ്യുമെന്ന് ഒരു ഡയറി കുറിപ്പ് അവിടെ ഇരുന്ന് എഴുതിക്കോ. ഇന്ന് വരെ ഫോണിൽ നീ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പോകുക. നീ പ്രാർത്ഥിച്ചു കൊടുക്ക. ദൈവത്തിന് സ്വന്തം. പല സ്നേഹിതർ അഭിഷക്തന്മാർ എന്നോട് ചോദിക്കും, പാസ്റ്ററെ എന്താ ഇത്ര ആവേശം? അതേ ആവേശമുണ്ട്. എന്താ ആവേശം? സ്വർഗത്തിൽ നിറഞ്ഞു വന്ന പരിശുദ്ധാത്മാവ് എന്റെ മേൽ വസിക്കുന്നത് കൊണ്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. കാഹളം പോലെ ഈ ശബ്ദം ഉയർത്തണം. സുവിശേഷത്തിന്റെ ശബ്ദം, വനങ്ങളെ തോലൊരുക്കുന്ന ദൈവശബ്ദം, അവൻ സ്വന്തം മാൻപേടങ്ങളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവശബ്ദം. നീ പോക, നീ സുവിശേഷവുമായി പോക, രാജ്യങ്ങളിലേക്ക് പോക. ഈ വചനം എന്നോടും നിങ്ങളോടും പറയുന്നു. ആരാ പറയുന്നത്? ഇത് സമാധാനായവേ, സഭാനാഥനായവേ വേഗം വരുവാൻ പോകുകയാണ്. കുഞ്ഞോടിന്റെ കല്യാണം വന്നുവല്ലോ. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. Are you ready to prepare to see his God? ആ കർത്താവിനെ കാണാൻ, അവന്റെ മഹത്വം കാണാൻ. എന്റെ നാമം, എന്റെ നാമം, എന്റെ നാമം. നമുക്കൊന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം കൂടെ ഇതിനോട് ചേർന്നൊന്ന് ഓടിച്ച് വായിച്ചു പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. നീ യാക്കോബിന്റെ ഗോത്രങ്ങൾ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന്, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന്, ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് ജാതികൾക്ക്, നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. സ്തോത്രം. സ്വർഗത്തിന്റെ ഒരു പദമാ ഈ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം. അപ്പോസ്തല പ്രവൃത്തി 1:8 നാം ചിന്തിച്ചത്, കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പവർ ലഭിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചു കഴിഞ്ഞാൽ, ഈ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ അറ്റത്തോളം എത്തിരി, നമ്മൾ ഒരിക്കൽ പഠിച്ചത് അല്ലയോ, എത്തിനോ, ആ എത്തിനോ ആയ അവൻ ആർക്കും ചെയ്യാൻ കഴിയാത്തടത്തു വരെ ഈ സുവിശേഷവും അതിന്റെ സർവ്വലൗകികതയും വ്യക്തമായി വെളിപ്പെടണം. അതുകൊണ്ടാണ് ധന്യനായ അപ്പോസ്തലൻ പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കഴിഞ്ഞ നാളിൽ ലജ്ജയുണ്ടെങ്കിൽ I am not ashamed about the gospel. ഇന്ന് രാവിലെ പറയണ ഈ സുവിശേഷമാണ് അവൻ, ഞാൻ എന്റെ സാക്ഷ്യം പറയാ, ഈ സുവിശേഷമാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഈ രാജ്യത്തെത്തിച്ചത്. ഈ ദൈവവചനവോ ഈ സത്യ സുവിശേഷവുമാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ആമേൻ ആമേൻ ഏതെങ്കിലും ആമേൻ 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 അശുദ്ധമായ സ്ഥലത്താണ് എന്റെ ജീവിതം, എന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയേനെ, എന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയേനെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അതിക്രമക്കാരനായി മാറിയേനെ. ഇന്ന് രാവിലെ എത്രയോ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ആളാക്കി മാറ്റിയത്, നിങ്ങളെ സന്ദേശമാക്കി മാറ്റിയത് അഭിഷക്തന്മാരുടെ നേരെ വിരലിയോണ്ടി കണ്ട് ചോദിക്കട്ടെ, നിന്നെ പോലൊരുവരെ ഇന്ന് ആക്കിയെടുത്തത്, ഇന്ന് വേദിയിൽ നിർത്തിയത് ഈ സുവിശേഷമല്ലയോ? ഭൂമിയുടെ അറ്റത്തോളം എന്റെ രക്ഷ പൊങ്ങട്ടെ, എന്റെ രക്ഷ ഉയരട്ടെ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. നീ പോക, അവന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരു പാപം. ഇവിടെ 3 ആശയമാണ് അപ്പോസ്തലൻ പൗലോസിനെ കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട അരുമനാഥനായ കർത്താവ് പറയുന്നത്. ഒന്ന്, എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു.
ലഭിക്കുന്ന പാത്രം. രണ്ടാമത്തേത്, എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു. 9:16 എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം. കോവിഡ് മാത്രമല്ല, പട്ടിണി മാത്രമല്ല, കഷ്ടത മാത്രമല്ല. സഭ വളരണമോ, പരിശുദ്ധാത്മാവിൽ നിറയണമോ, നാം ആള് മാറണമോ, നമ്മുടെ ശുശ്രൂഷ മാറണമോ, ഹല്ലേലൂയ, എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടത്. 9:16 വീണ്ടും ആമേൻ. മൂന്നാമത്തെ സാക്ഷ്യം, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കിയിരിക്കുന്നു. 13:47. ഓ ഹല്ലേലൂയ, ഭൂമിയുടെ അറ്റത്തോളം സാക്ഷ്യം. അപ്പോസ്തലനായ പൗലോസിന്റെ വിശുദ്ധ മിഷണറി യാത്രയിൽ യൂറോപ്പിൽ വരെ, അല്ലയോ, യൂറോപ്പിൽ വരെ സാക്ഷ്യമായി പോകുവാൻ നീ പോക. പട്ടിണി വരട്ടെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അണലി നിന്നെ ചുറ്റട്ടെ, നീതിദേവി നിന്നെ പകർക്കട്ടെ, നീ പോക. പോകാൻ പറഞ്ഞവൻ പറയുന്നത് കേട്ടാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാ. പൗലോസ് എന്ന പേരുള്ളവൻ റോമ ഭാഷയിൽ അർത്ഥം ചെറിയവനെന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. 13:9 പൗലോസ് എന്ന പേര് ഫാമിലിയിൽ, ആമേൻ, ഹല്ലേലൂയ, 2 പൗരത്വമുള്ള ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് വചനം സൂക്ഷ്മതയോട് അഭ്യസിച്ച് ന്യായപ്രമാണം പഠിച്ച പാണ്ഡിത്യമുള്ളവൾ ഇതാ യേശുവിനെ പേടിയിറങ്ങി. ഇന്ന് രാവിലെ നിന്റെ പാണ്ഡിത്യം വെച്ചുകൊണ്ടിരിക്കരുത്. പണ്ഡിതനും പാമരന് ഒരുപോലെ രക്ഷിക്കുന്ന ഒരു കാൽവറിയിലെ നീ പോക. ഈ സാക്ഷ്യവുമായി ഹൈന്ദവനായ സ്നേഹിതനെ, മുസ്ലിം സ്നേഹിതനെ ഇതുപോലെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഈ കപ്പിലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പരാത്മാവായ ദൈവത്തെ ആരാധിക്കുവാൻ ഈ വ്രതകാലത്ത് ഇരിക്കുന്ന സ്നേഹിത, ഇവനെ പോലെ ആരാധിക്കാൻ വേറെ ആരുമില്ല. രുചിക്കാൻ പറ്റുമോ? പഞ്ചസാര കയ്യിലെടുപ്പ് എത്ര പ്രാവശ്യം മധുരമുണ്ടെന്ന് പറഞ്ഞാൽ രാവും പകലും ഒരു തിസീസ് എഴുതിയാൽ അതിന്റെ ടേസ്റ്റ് മനസ്സിലാകത്തില്ല. പ്രിയ സുഹൃത്തേ, ഇത് അനുഭവിച്ചറിഞ്ഞെങ്കിലേ പറ്റൂ. കാലാകാലങ്ങളിൽ ഇത് അനുഭവിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, പഞ്ചസാര മധുരമുള്ളതാ. നീ എത്ര തിസീസ് എഴുതിയാൽ, യേശു ക്രിസ്തുവിനെ പറ്റി എത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചാൽ, എനിക്കറിയാം എന്റെ സ്നേഹിതർ ചിലർ ആമേൻ സ്വപ്ന രാജ്യങ്ങളിലുള്ളവർ തിസീസ് എഴുതുന്നവരാ, ആമേൻ തിസീസ് എഴുതുന്നവരാ. പക്ഷെ യേശുവിനെ രുചിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ യേശുവിനെ രുചിച്ചറിഞ്ഞ കർത്താവിന്റെ ദാസിയെ, കർത്താവിന്റെ മകനെ, നിന്നെ ആവശ്യമുണ്ട്. നീ പോരാ. നിന്നെ ജാതികൾക്ക് മുൻപിൽ ഞാൻ വഹിക്കാൻ പോകുക. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പൗലോസ് എന്ന പേര് 13:9 സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവനെ തെരഞ്ഞെടുത്ത ഒരു പാത്രം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ വാക്ക്. ഓ ദൈവത്തിന് സ്തോത്രം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ. 12 പേരുടെ ലിസ്റ്റിൽ പെടുത്തിയില്ലെങ്കിൽ സ്വർഗം നിന്നെ പെടുത്തും. 12 പേരുടെ മധ്യത്തിൽ നിന്നെ പെടുത്തിയില്ലെങ്കിലും നിന്നെ സ്വർഗം പെടുത്തും. നിന്റെ പേരാണ് അകാല പ്രജ. ഈ കാലഘട്ടത്തിൽ, കോവിഡ് പാൻഡമിക് കാലഘട്ടത്തിൽ അകാല പ്രജകളെ പോലുള്ളവർ ഇതാ യേശുവിനെ സ്വീകരിക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ എഴുന്നേറ്റ് വരുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്. ഇന്ന് വരെ പുറത്തു വരാത്ത, ഇന്ന് വരെ പിടിച്ചു വെച്ച തത്വശാസ്ത്രത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ പോക. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. സകല വിശുദ്ധന്മാരിലും വെച്ച് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തുകയാ. നിന്റെ പഠിത്തം എനിക്കറിയാം, നിന്റെ പാണ്ഡിത്യം എനിക്കറിയാം, നിന്റെ കൊട്ടാരം എനിക്കറിയാം, നിന്റെ സാഹചര്യം എനിക്കറിയാം. നീ നോബൽ ഫാമിലിയിലുള്ളവനാണെന്നറിയാം, നീ തർസോസുകാരനാണെന്നറിയാം. ചരിത്രം വിശേഷിപ്പിക്കുന്നില്ല, ഭക്തന്മാരത് പറയുന്നല്ലോ. എന്നാൽ ജാതികൾക്ക് വെളിച്ചമായി ഇന്ന് രാവിലെ ഒരു ഭൂത ഇതാ മാറുന്നു. ജാതികൾക്ക് വെളിച്ചമായി ചിലരെ അവൻ വിളിച്ചിറക്കാൻ പോകുകയാണ്.
യഹൂദന്മാരുടെ ഇടയിലല്ല കേട്ടോ, സുറിയാനിക്കാരുടെ ഇടയിലല്ല. യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ എന്നെ വാച്ച് ചെയ്യുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ഇപ്പോഴുണ്ട്. ഹല്ലേലൂയ. കനായക്കാരുടെ കൂടെ അല്ല കേട്ടോ ചെയ്തു, പക്ഷെ ജാതികൾക്ക് വെളിച്ചമായി. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തവർക്കും വെളിച്ചമായി. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഞാൻ നിന്നെ അല്ല ഉപദ്രവിക്കുന്ന സംശയം വരുമ്പോ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. സൂര്യനെ കവിഞ്ഞു ഒരു വെളിച്ചം, സൂര്യനെ കവിഞ്ഞു ഒരു വെളിച്ചം അവനെ നിലത്തിട്ട് കേട്ടോ ജാതികൾക്ക് പ്രകാശമാക്കി. ഈ 2021 നീ പോകാനായിട്ട് ഒരാഹ്വാനമായി ഇന്ന് രാവിലെ ഒരു മിഷൻ ചലഞ്ച് ഈ ബലഹീനതാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ആയിരങ്ങളിൽ ഇത് ഷെയർ ചെയ്യട്ടെ. എന്നെ ആരെ ഞാൻ അയക്കേണ്ടു? നമുക്ക് വേണ്ടി പോകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ചോദിക്കുക, ആരെ ഞാൻ അയക്കേണ്ടു? നമുക്ക് വേണ്ടി പോകും. എനിക്കിവിടെ കരയാൻ തോന്നുന്നു. ഈ സുവിശേഷത്തിന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ലല്ലോ. ഇന്ന് രാവിലെ ആർക്കി വ്യതയുണ്ട്, ആർക്കി ഭാവമേ ആത്മാക്കളെ കുറിച്ച് ഭാരമുണ്ട്. അവരെന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കട്ടെ. പൗലോസിനെ ആക്കി വെച്ച കർത്താവ് വലിയവനും അർത്ഥമുള്ള ശൗലേ, ശൗലേ എന്ന ഭാഷയിലായിരുന്ന സംബോധന മാറ്റുകയാണ്. എന്റെ യേശു വിളിക്കുകയാണ്, നിന്നെ ശൗലം നല്ല വിളിക്കുന്നത്. നീ പോകാ പറയുമ്പോ നീ പൗലോസായി മാറുകയാ, നീ ചെറിയവനായി മാറുകയാണ്. ശരി, നീ അകാല പ്രജയാണെങ്കിലും രാജാക്കന്മാരുടെ മുമ്പില്, അവൻ പുരോഹിതന്മാരുടെ മുമ്പില്, ലോക രാജ്യങ്ങളുടെ മുമ്പില് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ സാക്ഷിയാക്കാൻ പോകുക. ഫ്ലൈറ്റുമില്ല, ഒന്നുമില്ല, ഒരു ലൈസൻസുമില്ല, പക്ഷെ നിന്നെ എടുത്തെറിയാൻ പോകുക. വീസ പോലും ഇല്ലാത്തവരോട് ഈ ശബ്ദം പറയുമ്പോൾ എന്റെ ഹൃദയം പിടയ്ക്കുക. നിന്നെ എടുത്തെറിയാൻ പോകുക. ചില നിയമക്കുരുക്കിനകത്ത് കിടക്കുന്നവർ പുറത്തു വന്ന് ആത്മാവിനോട് പറയാൻ പറഞ്ഞുകൊണ്ട് വചനത്തിൽ അത് കയറൂ. നിയമക്കുരുക്കിനകത്ത് കിടക്കുന്നവരെ പരിശുദ്ധനായ കർത്താവ് ആത്മാവ് എടുത്തോണ്ട് വന്ന് ശക്തന്മാരായി എടുത്തുപയോഗിക്കുന്ന കാലഘട്ടമാണ് ഈ വരുന്ന കാലഘട്ടമെന്ന് ഇന്ന് രാവിലെ ഊന്നി പറയുവാൻ എനിക്കൊരു സംശയവുമില്ല, ഒരു സന്ദേഹവുമില്ല. ആത്മാവിൽ ചലിച്ചു തുടങ്ങട്ടെ. മാതാവേ, നിന്റെ കുഞ്ഞു കുരുക്കിനകത്ത് കിടക്കുകയാണോ? വീസായും രേഖയൊന്നുമില്ലയോ? ഒരു R1-ഇല്ലയോ? ഒരു F1-ഇല്ലയോ? ഒരു എംപ്ലോയ്മെന്റ് പേപ്പറുമില്ലയോ? ഇതാ എന്റെ ദൈവം പറയുന്നു, ജാതികൾക്ക് രാജാക്കന്മാർക്ക് ഞാൻ അവനെ കണ്ടിരിക്കുകയാണ് എന്ന് പകരം ശൗലല്ല, നീ പൗലോസാണ്. നീ സ്ത്രീകളെ മുടിപ്പിച്ച് ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചവനെ എനിക്കിന്ന് വേണം. നിയമക്കുരുക്കിനകത്ത് കുരുങ്ങി കിടക്കുന്ന ചിലതിന് പൊട്ടിച്ച് പുറപ്പെറിയാൻ സ്വർഗം തീരുമാനമായത് നിന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെക്കാൻ ആത്മാവ് ഇങ്ങനെ ദൈവദാസിമാരോട്, ദൈവത്തിന്റെ പൈതങ്ങളോട് ഇന്ന് രാവിലെ ദൂത ആലോചനയായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മറവുമില്ല. അതുലാണ്ടപ്പേക്കാൾ അമൂല്യമായ സ്വന്തയാത്മാവിനെ നേടുവാൻ വലിയവനും ക്രിസ്തുവേശുവിൽ ധന്യരുമാകുന്ന ഗോത്രം നോക്കാതെ. ഗോത്രമേത ബെന്യാമീൻ ഗോത്രം. എന്റെ വലത്തുവശത്തുള്ള പുത്രൻ കടിച്ചു കീറുന്ന ചെന്നായെന്ന അനുഗ്രഹം സ്വപിതാവായി യാക്കോബിൽ നിന്ന് പ്രാപിച്ച് ചെറിയ ബെന്യാമീനായിരുന്ന പൗലോസിന്റെ ഗോത്രം. ലേഖനം 3:5 വാക്യം വായിക്കുവാൻ സമയമില്ല. കൊലയും ഭീഷണിയും നിശ്വസിച്ചുകൊണ്ട് ഈ എരിവേറി കടിച്ചു കീറുന്ന ചെന്നായുടെ സ്വഭാവം അതോടുകൂടെയായ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയവൻ. 9 സ്തോത്രം 9 എല്ലാ വാക്യങ്ങളും വായിക്കാൻ നമുക്ക് സമയമെടുക്കുന്നില്ല. 9:1-2 അപ്പോസ്തലപ്രവൃത്തി 9:1-2 സ്തോത്രം വായിക്കാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു.
ഡെമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അധികാരപത്രവുമായി പള്ളികൾക്ക് അവനോട് അധികാരപത്രം പലരും നോർത്ത് ഇന്ത്യയിൽ ശക്തമായ അധികാരപത്രം വാങ്ങിക്കൊണ്ടിരിക്കുക. ഈ ദൂത് ഇന്ത്യയിലേക്ക് പോകട്ടെ, ഈ ദൂത് ഇന്തോനേഷ്യയിലേക്ക് പോകട്ടെ, ഈ ദൂത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് പോകട്ടെ, തത്വജ്ഞാനികളുടെ ഇടയിലേക്ക് പോകട്ടെ. ചിലർ അധികാരപത്രവും വാങ്ങിക്കൊണ്ട് വരുന്ന വഴി അധികാരപത്രവും വാങ്ങിക്കൊണ്ട് വരുന്ന ബെന്യാമിൻ ഗോത്രക്കാര് കടിച്ചു കയറുന്ന ചെന്നായിപ്പുള്ളവർ അവൻ ദൈവമക്കളെ കണ്ട അവൻ കഷണമായി എറിഞ്ഞ് മുറിക്കുന്നവൻ, അവൻ അരിഞ്ഞു വീഴ്ത്തുന്നവന് എന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിനക്ക് ഞാനൊരു ഉപവാസം വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണിൽ ഞാൻ ശോഭയടിക്കും. സൂര്യനെ കവിഞ്ഞ ഒരു വെളിച്ചം നിനക്ക് ഞാൻ അയക്കാൻ പോവുക. നിന്നെ ഞാൻ പിടിക്കാൻ പോകുക. നീ മുള്ളിന്റെ നേരെ ഉതക്കുക. ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. എനിക്കറിയാം ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾ ശക്തമായി ആരാധിക്കുമെന്ന്. ആരാധന സാധുത്തിനുമില്ലെങ്കിൽ ആത്മാവിന് ഉള്ളുകൊണ്ട് ചലിച്ചു തുടങ്ങിക്കാട്ട തർസോസിലായിരിക്കുന്ന റോമാക്കാർ പിടിച്ചു കിടക്കും. ഇലിക്കിയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് തർസോസ്. അവൻ പൗലോസിന്റെ ജനന സ്ഥലം. പ്രവൃത്തി 9 പൗലോസിന്റെ മാനസാന്തരം വലിയ രീതിയിൽ വിശദീകരിച്ചിരിക്കുക. 9 പൗലോസിന്റെ റിപ്പന്റൻസ് മാനസാന്തരം വെളിപ്പെടുത്തുകയാണ്. അകത്തു ശിഷ്യനായ അനന്യാസിനോട് പൗലോസിനെ പറ്റി യേശു പറയുന്ന സാക്ഷ്യമാണ് നാം വായിച്ച വേദഭാഗം. അവിടെ പൗലോസിന്റെ മാനസാന്തരം സ്വജാതിക്കാർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക് അല്ലാത്തവർക്ക് ഒരുപോലെ സംശയം ഉളവാക്കി. അനന്യാസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന, കോവിഡ് കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ എഴുന്നേൽക്കുവാണെങ്കിൽ നീ അറിയാത്ത ഒരു പൗലോസ്, നീ അറിയാത്ത ഒരു തർസോസുകാരൻ ഇതാ പുറത്തു വരാൻ പോകുകയാണ്. ഈ കാലഘട്ടം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. സമയം മുൻപോട്ട് പോകുന്നല്ലോ, വാക്കുകൾ ചുരുക്കണമല്ലോ. അപ്പോൾ പൗലോസിനെ വിളിച്ച് വേർതിരിച്ച് വിശ്വസ്തൻ തന്നെ, പ്രവർത്തിക്കുന്നവൻ വിശ്വസ്തൻ തന്നെ. പൗലോസിന് മുമ്പും പിമ്പും കർത്താവ് വീണ്ടെടുത്തവരെക്കാൾ ശ്രേഷ്ഠമായ ദൈവിക മർമ്മങ്ങൾ വെളിപ്പെട്ട് ഈടിട്ട അനുഗ്രഹിക്കപ്പെട്ട തർക്കമില്ലാത്ത 13 ലേഖനങ്ങൾ പ്രതിദാനം ചെയ്തുകൊണ്ട് തർക്കമുൾപ്പെടെ 14 ലേഖനങ്ങൾ പുറത്തു വരുത്തിയ ഒരു തർസോസുകാരനായ ശൗൽ പുറത്തു വന്നിട്ട് അവനോട് പറയുന്ന ശബ്ദമാ, നീ പോക രാജാക്കന്മാരുടെ മുമ്പിൽ, ഗ്രാമീണ പട്ടണങ്ങൾ, ദേശങ്ങളിൽ എന്റെ മാനപത്രമായി സാക്ഷ്യവുമായി നിന്റെ പരിപാടി മാറ്റാൻ പോകുക. ഇന്ന് വരെയുള്ള പരിപാടി മാറ്റാൻ പോകുക. ഇന്ന് വരെയുള്ള പദ്ധതികൾ മാറ്റാൻ പോകുക. നിന്നെ പുറത്തു കൊണ്ട് ഈ ഭൂമിയിൽ ദൈവമില്ലാത്തവര്, ക്രിസ്തുവിനെ കൂടാതെയുള്ളവര്, അനുസരണം കെട്ടും ദൈവകോപം എല്ലാവരുടെ പേരും വന്നുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിനെ പോൽ കുന്നുകൂടിയിരിക്കുന്ന ചിലരെ കരുണാപാത്രങ്ങളാക്കുക. മനസ്സലിവുള്ളവർ കാണിച്ച ദൈവകൃപ എത്ര അതിശ്രേഷ്ഠമാണ്. ദൈവിക നിക്ഷേപങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ മൺകൂടാരത്തിൽ നാം നരങ്ങിക്കൊണ്ട് ജീവിക്കുന്നുവെങ്കിലും തേജസ്സുള്ളവന്റെ ശരീരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധീകരണത്തിലും മാനത്തിലും അവനവന്റെ ജീവിതമാകുന്ന പാത്രത്തെ നേടേണ്ടതാകുന്നു എന്ന് പ്രബോധനം ഓർപ്പിച്ചുകൊണ്ട് രാജ്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, പട്ടണങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ക്രിസ്ത്യാനികളെ പീഡകളാൽ ഉപദ്രവിച്ച് വലിച്ചിടച്ച് ക്രൂരം മുഷ്ടികൊണ്ടിടിച്ച് കഴിഞ്ഞ ദിവസവും പത്രധാര ന്യൂസിൽ കൂടെ വായിച്ചില്ലയോ? ഹല്ലേലൂയ. കിട്ടിയിട്ട് ദൈവദാസനെ ഉപദ്രവിക്കുന്നു. എന്തെല്ലാം മാരകമായ വിഷയങ്ങൾ ദൈവഭക്തന്മാർക്കെതിരെ, ഈ സുവിശേഷത്തിനെതിരെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിന് വേണ്ടി പോകാൻ ഒരു ശൗൽ പുറത്തു വരട്ടെ, ഒരു പൗലോസ് പുറത്തു വരട്ടെ, വിശുദ്ധീകരണം പ്രാപിക്കട്ടെ. അകാല പ്രജകളുടെ കൂട്ടത്തിൽ ഒരുവൻ പുറത്തു വന്നാൽ പൗലോസിനെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞു, നീ പോകാ എന്നോട് കൂടെ അതാത് സ്ഥാനം
സ്ഥലങ്ങളിലായിരിക്കുന്നവർ, സോഷ്യൽ മീഡിയയിലായിരിക്കുന്നവർ, മറ്റിതര ചിന്തകൾ വിട്ട് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, നിങ്ങളുടെ ശ്രദ്ധ ക്രൂശിങ്കിലേക്ക് വരിക. ഇത് കാൽവറിയിലെ യാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഈ സാക്ഷ്യം വഹിക്കും. I am also ready to witness my master. I am ready to witness my Lord. He is sacrificed for me. അവൻ എനിക്ക് വേണ്ടി ജീവൻ തന്നു. അവൻ എന്നെ സ്നേഹിച്ചു. എൻ്റെ ഇത് അറിയായ്മയുടെ കാലമാണ്. എന്നാൽ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടും. ചിലർ എഴുന്നേൽക്കട്ടെ രാജാക്കന്മാരുടെ മുമ്പിൽ. ചിലരെ പരിശുദ്ധാത്മാവ് ശക്തന്മാരായി രാജാക്കന്മാരുടെ മുമ്പിൽ പ്രിൻസിനോട് ദൂത് പറയാം, രാജാക്കന്മാരോട് ദൂത് പറയാം, അഗ്രിപ്പായോട് ദൂത് പറയാം, ഫെലിക്സിനോട് ദൂത് പറയാം. കണ്ണുകൾ അടച്ചുകൊണ്ടാട്ടെ വചനദൂത വെളിപ്പെടും. രാജ്യങ്ങളുടെ ദൂത് കൈമാറാം. നിന്റെ സ്വർഗം കണ്ടിരിക്കും. നീ ഓർക്ക് ആശ നഷ്ടപ്പെട്ടു, നിന്നെ വലിച്ചെടുത്തു. ഭീഷണിയായി കൊലയാ പ്രതിസന്ധികൾ നിന്റെ മുമ്പിൽ നിൽക്കുക. ഇത് പകൽക്കാലം എന്നോട് ചേർന്ന് കണ്ണുകൾ അടച്ചു കണ്ടുപറ, യേശു ക്രിസ്തുവിന്റെ ഒരു സാക്ഷ്യം പൗലോസിനെ കുറിച്ച്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഇന്ന് പകല് നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, ഇന്ന് പകല് നിന്നെ ദൈവമക്കളാക്കിയെങ്കിൽ, നിന്നെ കുറിച്ച് അവനൊരു ഉദ്ദേശമുണ്ട്. പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹീതമായ ആരാധന ദിവസം നിന്റെ ജനത്തെ ശക്തമായ ആഴങ്ങളിലുള്ള ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം സൂക്ഷ്മതയോടെ പഠിച്ചവനെ, പാണ്ഡിത്യമുള്ളവനെ, യഹൂദ മതാനുസാരങ്ങൾക്കും അപ്പുറം നിയമം ചലിപ്പിച്ച് അധികാരപത്രവുമായി ക്രിസ്ത്യാനികളെ മുടിച്ചവനെ, സ്വർഗത്തിലെ ദൈവം നേരിട്ട് എന്റെ യേശു കരങ്ങളിലെടുത്ത് സ്വർഗത്തിലെ ഒരു ഉപകരണമാക്കി തീർത്തിട്ട് സഭയ്ക്ക് സമാധാനമൊരുക്കി, അധികാരപത്രമല്ല പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിൽ ദൈവസഭ മൾട്ടിപ്ലൈ ചെയ്യാൻ ദൂത് പ്രാപിപ്പിച്ച സ്വർഗീയ പിതാവേ, ഇന്ന് പകലിൽ ഈ വചനം കേട്ട് ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ആവേശത്തോട് ശക്തിയോട് എന്ന് പകലിൽ പ്രാർത്ഥിക്കുന്നു. വിറ്റു നട്ടു പോകാനല്ല ഈ സാക്ഷ്യത്തിന്റെ ശക്തി. ഇന്ന് പകലിൽ ഹൃദയങ്ങളുടെ മാംസപേശികൾ കീറി മാറി പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭികാരത്തോട് ഞാൻ കൽപ്പിക്കുന്നു, രോഗികൾ സൗഖ്യമാകട്ടെ. അവരെന്റെ യേശുവിന്റെ സാക്ഷ്യം വഹിക്കട്ടെ. എന്റെ യേശുവിനെ പോലാരും പണ്ഡിതരും പാമരരും ഒരുപോലെ സ്നേഹിക്കാൻ കൊള്ളാം. അരിമനാഥനായ കർത്താവിനെ ചുംബനം ചെയ്യുവാൻ ചിലരെയോട് ഈ സമയം ആത്മാവിനെ കണ്ടുകൊണ്ട് ശൗരന്മാർ പൗലോസായി മാറട്ടെ. ദൈവസഭകളെ മുടിക്കുന്ന നോർത്ത് ഇന്ത്യയില്, സൗത്ത് ഇന്ത്യയില്, ഈ രാജ്യത്തുള്ള എപ്പിസ്റ്റുകൾ എന്റെ കർത്താവേ, നിന്റെ സ്നേഹം തിരിച്ചറിയട്ടെ. ഞങ്ങൾ ഒന്നിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു, സഭകളായി പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിലുള്ളവർ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഈ സൂമിലുള്ളവർ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കൃപ ഇപ്പോ അവരുടെ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളുടെ ഇപ്പോ വ്യാപരിക്കണമേ. യേശു ഒന്ന് പ്രത്യക്ഷപ്പെടണമേ. അവരുടെ കൺപോളകളിൽ അത് പ്രത്യക്ഷപ്പെടണമേ. അകാല പ്രജപോലെ ഒരു പൗലോസ് പുറത്തു വരണമേ. സഭകൾക്ക് അനുഗ്രഹീതമായ ദൂത് വഹിക്കുന്നവരെ രാജാക്കന്മാരുടെ മുമ്പിൽ, പ്രഭുക്കന്മാരുടെ മുമ്പിൽ ഒരു വെളിച്ചമായി ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് അങ്ങ് ചിലരെ കൂടെ വിളിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കും. രാവിലെ ഈ ആലയത്തെയും ദേശത്തെയും ദേശങ്ങളെയും രാജ്യങ്ങളെയും ഈ വചനത്താൽ ഞങ്ങൾ അനുഗ്രഹിച്ച് വേർതിരിച്ച് ജനനം നടക്കാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കും. കൽപ്പിച്ചു പ്രാർത്ഥിക്കും. കൽപ്പിച്ചു
വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അധികാരമല്ല, യേശുവിൻ നാമത്തിൽ ഈ ആലയത്തിൽ, ദേശത്തെ ആലയങ്ങളിൽ, രാജ്യങ്ങളിൽ വീണ്ടും ജനന ഈ വചനത്തിലൂടെ സംഭവിക്കട്ടെ. അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റവനെ ഇന്ന് രാവിലെ ആത്മ കണ്ണുകളാൽ കാണട്ടെ. അത്ഭുതമായ ശാന്തിയാവരിക്കട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. മഹത്വമെടുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഞങ്ങളോടുകൂടെ ഇതേ നിമിഷം വരെ ഈ ആരാധനയിൽ സംബന്ധിച്ചവർ, ഫേസ്ബുക്കിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, ഇനിയും ശ്രദ്ധിക്കുന്നവരെ നിങ്ങളുടെ ധന്യനായ മശിഹ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ യേശുവിന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഈ ജീവിതം മാറ്റിവെക്കുവാൻ, നിന്റെ ജോലിക്കുള്ള കവിഞ്ഞ സമയം, നിന്റെ സ്വന്തമായ സമയം അവ എണ്ണി ഈ ദിവസങ്ങൾ യേശുവിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ നിന്നെ ഒരു പൗലോസാക്കി സ്വർഗം ഉപയോഗിക്കാൻ പോകുന്നു. സംശയമില്ല. അനേക ചെറിയവനെ വലിയവനാക്കാൻ നീ ചെറിയവനാന്ന് പറയുക, അവൻ നിന്നെ വലിയവനാക്കും. ഒരാഭിചാരവും നിനക്ക് ഫലിക്കയില്ല. നീ പോക. സർവേശ്വരനായ കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. God bless you. God bless you. Amen.